ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തേത് ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റാണ്, ഒരു ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഒരു ഗ്രീൻ കളറിൽ, നമ്മുടെ കോട്ടൺ ആണ് മെറ്റീരിയൽ. ഗ്രീനിൽ ബ്രൊക്കേഡ് ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ്. അതേപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ഈ മെറ്റീരിയൽ ഒരു ടിഷ്യൂ മെറ്റീരിയലാണ്. നമ്മുടെ കസവൊക്കെ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വീഡിയോ, അതായത് നമ്മുടെ മെറ്റീരിയലിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാനിപ്പം കട്ട് ചെയ്ത പീസ് വെച്ച് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, നമ്മൾ കട്ടിങ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്തതെന്നുള്ള ഡീറ്റെയിലിംഗ് ഒന്ന് തരാം. അപ്പോൾ ഞാനിതിൽ നോർമൽ നമ്മുടെ റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്. ഇതെനിക്കൊരു 3 to 4 ഇയേഴ്സുള്ളൊരു കുട്ടിക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ നോർമൽ ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക്, ബാക്കിൽ കയറി വരുന്ന നെക്കാണ്. അതേപോലെ തന്നെ സ്ലീവില്ല, സ്ലീവിന് പകരം ഞാൻ ഇതേപോലെ ഒരു പൈപ്പിംഗ് ആണ് 2 സ്ലീവ്സിലും കൊടുത്തേക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ നമുക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. ഒരു 1 മീറ്ററോളമായിരുന്നു മെറ്റീരിയൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കസവ് ഇതിന് നമ്മുടെ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലായത് കാരണം കസവ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കസവ് വെട്ടി മുറിച്ച് കഴിഞ്ഞപ്പം വിഡ്ത്ത് കുറഞ്ഞു പോയി. അപ്പോൾ വിഡ്ത്ത് കുറവായത് കാരണമാണ് സൈഡിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് ചെയ്യാൻ കസ്റ്റമർ പറഞ്ഞേ. അപ്പോൾ ഇതേപോലെ തന്നെ ആ ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഈ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും അതേപോലെ തന്നെ ഫ്രോക്കിൻ്റെ ബാക്കിലും സെയിം തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്കിൽ സിബാണ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബാക്കിൽ ടൈ കെട്ടാൻ വേണ്ടി ഗ്രീൻ കളറിലെ വള്ളിയാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. കണ്ടോ, നമ്മൾ നോർമൽ ടൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ എപ്പോഴും നമ്മൾ 1 ലെയർ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് വെക്കാറ്. അപ്പോൾ ഞാനിതിന് കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടി 2 ലെയർ വെച്ചു. അതേപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന സാധനം നമ്മളുടെ ബോർഡറാണ് കേട്ടോ. ടിഷ്യൂവിൻ്റെ ആ ഒരു ബോർഡർ വരുന്നില്ലേ, അതാണ് ഇതുമേൽ ഈ റൗണ്ടിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് കസവ് മുറിച്ച് മാറ്റി. അപ്പോൾ ഇത് മുറിച്ച് മാറ്റിയിട്ട് രണ്ടാമത് ജോയിൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കസവ് വെറുതെ കളയാൻ തോന്നിയില്ല. അപ്പോൾ കസവും കൂടി വെച്ച് കഴിഞ്ഞപ്പം ആ ഫ്രോക്കിന് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഫ്രോക്ക്? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ്, ലൈക്കൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.